വർണ്ണിക്കാൻ പറ്റാത്ത സന്തോഷം. നമ്മൾ സന്തോഷിക്കുന്ന കണ്ട അടുത്തിരിക്കുന്ന ആ അസൂയ തോന്നണം, അതുപോലെ സന്തോഷിക്കണം. ഞാൻ ആ വാക്കൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർ തമ്മി നോക്കുന്നു. ഒരു കുഴപ്പമില്ല. അടുത്തിരിക്കുന്നവർക്ക് അസൂയ തോന്നുന്നത് പോലെ സന്തോഷിക്കണം. എന്ന് വെച്ചാൽ ആ വ്യക്തി ചിന്തിക്കണം, എങ്ങനെ ഇവൻ ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നു. കാരണം മറ്റൊന്നുമല്ല ബ്രദറെ, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. ഇതിനകത്തേക്ക് പ്രവേശിച്ചോ, ഇന്ന് പകൽ നിങ്ങൾ സന്തോഷിച്ചാൽ മതിയാകും. ഓ കം ഓൺ, കം ഓൺ. ഇതിനകത്ത് പ്രശ്നങ്ങൾക്ക് നിങ്ങളെ ബാധിക്കാൻ കഴിയില്ല. ദൈവ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് നിങ്ങളെ ബാധിക്കാൻ കഴിയില്ല, നിങ്ങളെ തളർത്താൻ കഴിയില്ല, നിങ്ങളെ തകർക്കാൻ കഴിയില്ല. സ്തോത്രം. നിങ്ങളുടെ അകത്ത് വിശ്വാസം വർദ്ധിക്കും തോറും, നിങ്ങളുടെ അകത്ത് സന്തോഷം വർദ്ധിക്കും തോറും പിശാചിന്റെ പ്രവൃത്തികൾക്ക് നിങ്ങളെ ബാധിക്കാൻ പറ്റത്തില്ല. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗെയിം കളിച്ചോണ്ടിരിക്കുന്ന കൊച്ചിനോട് പറഞ്ഞ് ഫോൺ ഇപ്പൊ ഓഫ് ചെയ്തിട്ട് ഇപ്പൊ ഇവിടെ പഠിക്കാൻ വരണമെന്ന് പറഞ്ഞ് അവൻ പറയും, ഒരു ഇച്ചിരി നേരം കൂടെ കഴിഞ്ഞിട്ട് വരാം. കേട്ടിട്ടുണ്ടോ? അമ്മമാര് കേട്ടിട്ടുണ്ടോ? ഒരു ശകലം നേരവും കൂടെ കഴിഞ്ഞിട്ട് വരാന്ന് പറയും. നമ്മളൊരു ശകലം നേരം കൊടുക്കും, പിന്നെ നമ്മൾ ചെന്നിട്ട് ശകല നേരം കഴിഞ്ഞു ഇപ്പൊ വരാമ, പിന്നെയും പുള്ളി പറയും ഒരു ഇച്ചിരി കഴിഞ്ഞിട്ട്. അത് പോകും 1 മണിക്കൂർ, അത് 2 മണിക്കൂറുണ്ട്. ഇതെത്ര അനുഭവിച്ചാലും കൊതി തീരാകത്ത. എനിക്കറിയത്തില്ല ഇന്നത്തെ ആരാധന എപ്പ തീരുമെന്ന് ചിന്തിക്കുന്നവരെ കുറിച്ചല്ല. ഈ സാന്നിധ്യത്തിൽ തുടരാൻ എന്നെ അനുവദിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ല ഒന്നുമില്ലേ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ല ഒന്നുമില്ലേ. എങ്ങനെ ഇവിടെ വരെ എത്തിയെന്ന് അറിയത്തില്ല, ഒരു പിടിയില്ല. ഇവിടെ വന്നപ്പോ ഇങ്ങനെയൊന്നും അല്ല ഞാനും വന്നേ. സഹോദരം, ഇവിടെ വന്നപ്പോ ഇങ്ങനെ അല്ല വന്ന്. ഇന്ന് നിൽക്കുന്ന ഇമ്മാനുവൽ അല്ലായിരുന്നു ഇവിടെ വന്നപ്പോ. പക്ഷെ ഇന്ന് പകൽ ഞാൻ എന്റെ കർത്താവിന് നന്ദി പറയുന്നു. I thank God for connections. എന്റെ അഭിഷക്തൻ പറയുന്നത് പോലെ ഞാൻ ബന്ധങ്ങളിൽ വിശ്വസിക്കുന്നു. എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചതോർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഈ സന്തോഷത്തിൽ പങ്കുചേരുവാൻ ദൈവം എനിക്ക് നൽകിയ അവസരത്തിന് ഞാൻ നന്ദി പറയുന്നു. ഒരു കുറവും വന്നില്ല, ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു, എന്റെ ദൈവം എന്നെ മാനിച്ചു, എന്റെ ദൈവം എനിക്ക് സമാധാനം തന്നു. എന്റെ അവസ്ഥകൾക്ക് എന്റെ കർത്താവ് മാറ്റം വരുന്നു. എന്റെ ദൈവവുമായി ഞാൻ കൂടുതൽ അടുത്തു. എനിക്ക് എന്റെ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാൻ കഴിഞ്ഞു. എന്റെ അഭിഷേകത്തിൽ വർധനവുണ്ടായി. എന്റെ കൃപാവരങ്ങൾ ജ്വലിച്ചു. ഞാൻ ഒത്തിരി പേർക്ക് അനുഗ്രഹമായി മാറി. നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നത് പോലെ ഞാൻ ഒത്തിരി പേർക്ക് എന്റെ ദൈവം എന്നെ അനുഗ്രഹമാക്കി മാറ്റി. And I thank God for His plan in my life. ഇന്ന് പകൽ എന്നെ പോലെ ഇതിനകത്തിരിക്കുന്ന നിങ്ങളെ കുറിച്ചും നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങളെ ദേശത്ത് ഉയർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം. നിങ്ങളെ കാണുന്നവർ പറയും ജീവനുള്ള ദൈവം ഉണ്ടെന്ന്. നിന്റെ ജീവിതത്തിലേക്ക് നോക്കുന്നവർ പറയും ഇതെന്തൊരു അത്ഭുതമാണ്, എങ്ങനെ ഇവർ. ഓർത്തിടുമ്പോൾ അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തട്ടിയേച്ച് പറഞ്ഞേ, ഇതൊക്കെ ഇവിടെ പറയാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് പറയാം. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തട്ടിയേച്ച് പറഞ്ഞേ, ഒന്ന് ഓർത്ത് നോക്കിയേ ദൈവം നടത്തിയ വഴികൾ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ. ചേർന്ന് പാടിയാം. സ്തോത്രമല്ല ഒന്നുമില്ലേ
അനുഭവിച്ചവർ അത് പറഞ്ഞേ ഓർത്തിടുമ്പോ ഒരിക്കൽ കൂടി ഓർത്തിടും അതുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ 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 ഓ ഹല്ലേലൂയ യേശുവേ let us worship him hallelujah കുടുംബവും നിന്നതല്ല യേശു താളടിയായി പോയിടാതെ താങ്ങിയവൻ താങ്ങി എന്നെ തൻ ഭുജത്താ ഞാനും എന്റെ കുടുംബവും നിന്നതല്ല യേശു സന്തോഷത്തോടെ പാടിക്കേ ഇന്ന് പകൽ ചിരിച്ച മുഖത്തോടെ പാടിക്കേ തോറ്റവരല്ല നാം നമ്മെ ജയിപ്പിച്ച നല്ല കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ലാതെ സ്തോത്രം ഒന്നുമില്ലേ ഞങ്ങളത് ഓർത്താൽ ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ല ഒന്നുമില്ലേ ഓർത്തിടുമ്പോ ശരണമേ സ്തോത്രം ദൈവ സാന്നിധ്യം അനുഭവിച്ചത് പാടിക്ക് ഹല്ലേലൂയ ശബ്ദമുയർത്തി ഹല്ലേലൂയ നമ്മെ ഇതുവരെ നടത്തിയ ദൈവത്തിന് മഹത്വം മനുഷ്യർക്കല്ല ദൈവത്തിന് അപ്പനമ്മ അറിയും മുൻപേ നിത്യതയിൽ കണ്ടു എന്നെ അപ്പനമ്മ അറിയും മുൻപേ നിത്യതയിൽ കണ്ടു എന്റെ ഭാവി താതൻ കയ്യിൽ അവൻ എന്നെ പോറ്റും പുലർത്തിടും ഉറപ്പുള്ളവർ പാടിക്ക എന്റെ ഭാവി താതൻ കയ്യിൽ ഓ എന്നെ പോറ്റും അതുകൊണ്ട് ആദിയില്ല തെല്ലും ഭീതിയില്ല ആദ്യരുമേ
സ്വന്ത ബന്ധം കൈവിട്ടാലും ജീവൻ തന്ന യേശുണ്ട്. നൽകി എന്നിൽ അഭിഷേകം, അതു തന്നെ എന്റെ ബലം. സ്വന്ത ബന്ധം കൈവിട്ടാലും ജീവൻ തന്ന യേശുണ്ട്. യേശുണ്ട്. നൽകി എന്നിൽ അഭിഷേകമോ, അതു തന്നെ എന്റെ ബലം. അഭിഷേകം എൻ സമ്പത്താണ്. തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. പറഞ്ഞേ അഭിഷേകം എൻ സമ്പത്താണ്. തുല്യം ചൊല്ലാൻ വേറൊന്നും. അഭിഷേകം എൻ സമ്പത്താണ്. തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. അഭിഷേകം ശരണായേ റബമനായേ അർത്തനബയേ നമോശാന്തലേ. ഓ അഭിഷേകം എന്റെ സമ്പത്ത്. അഭിഷേകം വിലമതിക്കാനാകാത്ത തുല്യം പറയാൻ കഴിയാത്ത, മനുഷ്യർക്ക് നൽകാൻ കഴിയാത്ത ഉയരത്തിന്റെ അഭിഷേകം. പരിശുദ്ധാത്മ സ്പർശനം, പരിശുദ്ധാത്മാവ് നൽകുന്ന ദാനം ഇന്ന് പകൽ അനുഭവിക്കുന്നവർ. അഭിഷേകം ഓ തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. അഭിഷേകം എൻ സമ്പത്താണ്. തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. അഭിഷേകം എൻ സമ്പത്താണ്. തുല്യം ചൊല്ലാൻ ഓ അഭിഷേകം എൻ സമ്പത്താണ്. തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ജനമാത്മാവിൽ ആരാധിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ദയവായി മൗനമായിരിക്കാതെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഈ ആലയത്തിനകത്തിരിക്കുന്ന എല്ലാവരും ആ വായുകളെ തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുത്ത് സ്വന്തരാമനായേ. നമ്മുടെ പദവികളെക്കാൾ മഹത്വം അർഹിക്കുന്നതാണ് ദൈവത്തിന്റെ സാന്നിധ്യം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തെക്കാൾ വലുതാണ് ദൈവത്തെ ആരാധിക്കുക എന്ന കടമ. നിങ്ങൾ ഒത്തിരി ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ്, ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇതിനകത്ത് ആരും ഒഴിവുള്ളവരല്ല. ഒരു പക്ഷെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിങ്ങൾക്ക് ആമേൻ വേണ്ടതായിട്ടുള്ളൊരു സന്തോഷമോ ഒന്നും കാണത്തില്ലായിരിക്കാം. നിങ്ങൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ ഇന്ന് പകൽ അതൊരു എക്സ്ക്യൂസ് ആക്കി മാറ്റരുത്. Whether you feel or not, whether you are comfortable or not, you are called to worship Him. ഇന്ന് പകൽ നിനക്ക് തോന്നിയാലും തോന്നിയില്ലെങ്കിലും, നിനക്ക് ഇന്ന് പകൽ അകത്ത് തോന്നിയാലും തോന്നിയില്ലെങ്കിലും, ഈ ദൈവത്തിന് മഹത്വം കൊടുക്കാനാണ് നീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ദൈവത്തെ ആരാധിക്കാനാണ് അവൻ നമ്മെ നിർമ്മിച്ചിരിക്കുന്നത്.
പിന്നെ ആരാധിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ആർക്കും ഒരു കുറ്റബോധം വേണ്ട. ആരാധിക്കാൻ ഏറ്റവും യോഗ്യമായ ഒരു നാമത്തെയാണ് ഇന്ന് പകൽ നാം ആരാധിച്ചത്. ഇന്ന് പകൽ നാം ആരാധിക്കുന്നത് ഇത് നമ്മുടെ വലിയ ഭാഗ്യ പദവിയാണ്. ഇന്ന് പകൽ നിങ്ങളുടെ ആദരങ്ങളിൽ നിന്ന് ഒരു നദി പോലെ ഒഴുകുന്ന സ്തോത്രങ്ങളുടെ, സ്തുതികളുടെ ആമേൻ 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 ഒഴുക്ക് ഇന്ന് പകൽ ഈ ആലയത്തിൽ ദൈവനാമത്തെ ഉയർത്തുകയാണ്. എല്ലാവരും കരങ്ങളെ തട്ടി, കഴിയുന്നില്ലെങ്കിൽ കർത്താവിനോട് പറഞ്ഞ് അങ്ങേ ആരാധിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണമെന്ന്. നിനക്ക് പറ്റുന്നില്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് ദൈവമേ അങ്ങയുടെ നാമത്തെ ഉയർത്താൻ എന്നെ ഒന്ന് സഹായിക്കണമെന്നൊന്ന് പറഞ്ഞ്. ഇന്ന് പകൽ ഈ അനുഭവം ഒന്നും ഇല്ലാത്തവരൊരു പക്ഷേ ആദ്യമായി ഇതിനകത്ത് ഇന്ന് പകൽ വന്നവരുണ്ട്. നിങ്ങളെ ഞങ്ങൾ സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദിസ് അറ്റ്മോസ്ഫിയർ. ഈ അന്തരീക്ഷത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ചില നിമിഷങ്ങളായി ഇന്ന് പകൽ മാറാൻ പോവാണ്. ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്നവരോട് ഒരു മുന്നറിയിപ്പ് തരട്ടെ. നിങ്ങൾ ഇതിനകത്ത് ഇരിക്കുമ്പോൾ never resist. Be in an attitude of receive. ഇന്ന് പകൽ ദൈവത്തെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ തടുക്കരുത്, സ്വീകരിക്കണം. Do not resist. Receive. ഇതിനകത്ത് സകല ഒഴുകി ഇറങ്ങുന്ന, പെയ്തിറങ്ങുന്ന സകല സ്വർഗീയ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുള്ളതാണ്. For 100% free. സൗജന്യം, തികച്ചും സൗജന്യം. ഇന്ന് പകൽ ഇതിനകത്ത് എന്തെല്ലാം ദൈവം പകരുന്നു അത് നിനക്ക് തികച്ചും സൗജന്യം. നിനക്ക് ഒരു രൂപ പോലും കൊടുക്കണ്ട, തികച്ചും സൗജന്യം. അതുകൊണ്ട് ഇത് ഇന്ന് പകൽ നിങ്ങൾക്ക് ലഭ്യമാകാതെ പോകരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Come on, നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ ദൈവത്തെ നിങ്ങളൊന്ന് സ്തുതിക്കണം, ദൈവത്തെ നിങ്ങളൊന്ന് മഹത്വപ്പെടുത്തണം. ഇന്ന് പകൽ ഇത് നമ്മുടെ കടമയാണ്. രാജാതിരാജാവും കർത്താവുമായവൻ ഇന്ന് പകൽ നമ്മുടെ ആരാധനകളെ സ്വീകരിക്കാൻ ഇന്ന് ഈ ആലയത്തിൽ ഇറങ്ങി വന്നിരിക്കുമ്പോ ഇന്ന് പകൽ ഏറ്റവും നല്ലത് കർത്താവിന് കൊടുക്കാം. ഏറ്റവും നല്ലത് നിന്റെ ആരോഗ്യത്തിന്റെ ഏറ്റവും മാക്സിമം, നിന്റെ പാട്ടിന്റെ ഏറ്റവും നല്ല പാട്ട്, നിനക്ക് നൽകാൻ കഴിയുന്ന സ്തുതിയിൽ ഏറ്റവും നല്ല സ്തുതി, ഇന്ന് പകൽ ഏറ്റവും മികച്ചത്, ഏറ്റവും മേത്തരമായത്, ഊനമില്ലാത്തത് ഇന്ന് പകൽ കർത്താവിന് കൊടുക്കാം. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, തുണയായോനെ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, തുണയായോനെ അങ്ങേ ആരാധിക്കുന്നു. പരമപിതാവേ അങ്ങേ ആരാധിക്കുന്നു, വഴികാട്ടിയെ ഞങ്ങൾ ആരാധിക്കുന്നു. പരമപിതാവേ അങ്ങേ ആരാധിക്കുന്നു, വഴികാട്ടിയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ ഗാനം അറിയാവുന്നവരൊന്ന് ചേർന്ന് ആരാധന, സ്തുതി, ആരാധന, 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 സ്തുതി, ആരാധന. ഒരു ദൂത് പറഞ്ഞ് നമ്മൾ ഒരുമിച്ചൊന്ന് ആരാധിക്കാൻ പോവാ. ആമേൻ. നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേൽക്കാം. സ്തോത്രം. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഭവമുള്ളവരുടെ ശബ്ദം ഒന്നിച്ചുയർന്നാൽ അനുഭവമില്ലാത്തവന്റെ പല ആമേൻ ആമേൻ തത്വങ്ങളും മുങ്ങിപ്പോകും.
അനുഭവം ഉള്ളവരെല്ലാം കൂടെ ഒന്ന് ചേർന്ന് ഇന്ന് പകൽ ഉറക്ക നിങ്ങളുടെ അനുഭവം ഒന്ന് പറയാൻ തയ്യാറാണെങ്കിൽ, അനുഭവം ഇല്ലാത്തവൻ പറഞ്ഞ സകല തത്വങ്ങളും സകല ശാസ്ത്രങ്ങളും സകല ആദർശങ്ങളും ഇന്ന് പകൽ അനുഭവത്തിനകത്ത് മുങ്ങിപ്പോകും. അനുഭവിച്ചത് നിഷേധിക്കാൻ കഴിയത്തില്ലെന്ന് പറയുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ഞാൻ ചോദിച്ച ചോദ്യം ഒന്നും കൂടെ ചോദിക്കുന്നു. ഇത് ഭയങ്കര കൺഫ്യൂഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. നിഷേധിക്കാൻ പറ്റുമോ ചോദിച്ചാൽ പറ്റൂന്നാണോ പറ്റണ്ടെന്നാണോ എന്നെ പറയണ്ടെന്നുള്ളൊരു പിടിയില്ല. നിങ്ങൾക്ക് അനുഭവിച്ചത് അനുഭവിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? കുറച്ചു പേർക്ക് മാത്രമേ. നിങ്ങൾ അനുഭവിച്ചെങ്കിൽ ഇന്ന് പകൽ അനുഭവിച്ചെന്ന് തന്നെ പറയണം. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്ത എത്ര പേർക്കൊരു സന്തോഷമുണ്ട്? സത്യത്തിന് വേണ്ടി നിന്നിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. നമുക്ക് കണക്ക് കൊടുക്കാനുള്ളത് പരിശുദ്ധ ആത്മാവിനോടാണ്. അന്ത്യകാലത്ത് ഏറ്റവും വീര്യമുള്ളത് കരുതി വെച്ച പരിശുദ്ധാത്മാവ്. യേശുവപ്പ കൊടുത്ത വീഞ്ഞ് കുടിച്ചവർ ചോദിച്ചു, ഇത് ഇതുവരെ എവിടെ വെച്ചു? യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിനോട് സമാനമായ ഒരു ഭാഗം പറഞ്ഞിരിക്കുന്നു. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. അവിടെ നിന്റെ പുത്രന്മാർ പുത്രിമാർ പ്രവചിക്കും, നിന്റെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും, നിന്റെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ഈ കാലഘട്ടത്തിലേക്കാണ് നിങ്ങളുടെ ക്ഷണം. ഇന്ന് പകൽ ഈ അന്തരീക്ഷത്തിലേക്കാണ് നിങ്ങൾക്കുള്ള ഇൻവിറ്റേഷൻ. ഇന്ന് പകൽ ലഭിച്ചെങ്കിൽ ഇന്ന് പകൽ ആരുടെയും വാക്കുകൾക്ക് കാത്തിരിക്കാതെ ആത്മസാന്നിധ്യത്തിന്റെ വിടുതൽ അനുഭവിച്ച ദൈവജനം ആ കരങ്ങളെ ചേർത്ത് തട്ടി ദൈവത്തിന് മഹത്വം. എല്ലാവരും അഭിഷേകത്തെ അന്യഭാഷകളിൽ കരങ്ങൾ തട്ടി ആ കണ്ണുകളൊക്കെ അടച്ച് ഒന്ന് പാടുക. ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന ഉദയത്തിലും സന്ധ്യയിലും പിതാവിന് ആരാധന. ഉദയത്തിലും സന്ധ്യയിലും എന്റെ പിതാവിന് ആരാധന. എപ്പോഴും അവന് ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. ഓ ആരാധന ആരാധന സ്തുതി ആരാധന. ശബ്ദമുയർത്തി പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു. തുണയായോനെ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു. തുണയായോനെ അങ്ങേ ആരാധിക്കുന്നു. പരമപിതാവേ ആരാധിക്കുന്നു. വഴികാട്ടിയെ ഞങ്ങൾ ആരാധിക്കുന്നു. പരമപിതാവേ അങ്ങേ ആരാധിക്കുന്നു. വഴികാട്ടിയെ ജനമെല്ലാം ചേർന്ന് ആരാധന. യേശു രാജാവേ അങ്ങേ ആരാധിക്കുന്നു. നല്ലിടയനെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശു രാജാവേ ആരാധിക്കുന്നു. നല്ലിടയനെ ഞങ്ങൾ ആരാധിക്കുന്നു. പ്രാണപ്രിയനെ അങ്ങേ ആരാധിക്കുന്നു. സർവശക്തനെ ആരാധിക്കുന്നു. പ്രാണപ്രിയനെ ഓ സർവശക്തനെ പ്രാണപ്രിയനെ പ്രാണപ്രിയനെ ഓ സർവശക്തനെ ആരാധന 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 സ്തുതി ആരാധന ആരാധന. ഓ ആരാധന ആരാധന സ്തുതി
ആരാധന, ഓ ആരാധന ആരാധന, സ്തുതി ആരാധന ആരാധന, ജനമാത്മാവിൽ ആത്മാവ് ആരാധന ആരാധന, സ്തുതി ആരാധന, കുഞ്ഞുങ്ങളെല്ലാം ആരാധന, ഓ ആരാധന ആരാധന, സ്തുതി ആരാധന ആരാധന, ഓ ആരാധന ആരാധന, സ്തുതി ആരാധന ആരാധന, ഓ ആരാധന ആരാധന, പൂർണ്ണമാനരക്കമന ശതന, ഓ വികമന കരബലേ ശതമൈദമന ചുദരബവ, ഓ വികനക വികലജന ശതമൈദന ബലിബനതേ, ഓ വികമന ഭവനതേ ശതലബല ബലിബനതേ, ഓ വികമന കരബലേ ശതലിബന കമനരബേ, ഓ വികമന ശതലബന ഓ സമന വെകമന രോതോ, ഓ വികമന ഭഗവന ഓ വികമന ഹന്തലജ വികമന, ഓ വികമന വികമന ഹന്തേ, ഓ സമന ശതലബ വികമന, ഓ വികമന വികമന ചുദരബ, ഓ വികമന ചുദരബ രഗദ മദഗ, ഓ അന്തന തുര വൈദന തുര വിവല വൈദ വിവല വൈദ വിവല ചല തുര ചല ചല, സ്വസ്ഥത നമ്മൾ കാണാൻ പോവുകയാണ്. കർത്താവിന്റെ വലിയ വീര്യ പ്രവർത്തികളിലേക്ക് നമ്മൾ അടുത്തു വരികയാണ്. ആമേൻ. 2024 അവസാന പടിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ആമേൻ. കഴിഞ്ഞ നാൾ മുഴുവനും ആമേൻ നാം ചവിട്ടിയ ഓരോ പടിയിലും കർത്താവിന്റെ കരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ കാൽ നാം ചവിട്ടിയ ഒരു പടിയിലും വഴുതി പോകാൻ ദൈവം അനുവദിച്ചില്ല. ദൈവം സുരക്ഷിതമായി ഇതുവരെയും നമ്മെ കൊണ്ടുവന്നു എന്ന് പറയാൻ മാത്രമേ നമുക്ക് ഇതിന്റെ നടുവിൽ അവസരമുള്ളൂ. ഹല്ലേലൂയ. ഏത് പ്രതികൂലമാണെങ്കിലും ഏത് സാഹചര്യമാണെങ്കിലും ദൈവമാണ് എന്നെ കരുതുന്നത്. ആമേൻ. എന്നെ സൂക്ഷിക്കുന്ന ഒരു നല്ല ഇടയൻ എൻ്റെ കൂടെയുണ്ട്. ആ ദൈവത്തെക്കുറിച്ച് വചനം പറയുന്നു, ആ നല്ല ദൈവം നമ്മുടെ പരിപാലകനാണ്. ആ നല്ല ദൈവം നമ്മെ സൂക്ഷിക്കുന്ന നല്ല വിശ്വസ്തനാണ്. ഇന്നു പകലിലും അങ്ങനെ ദൈവത്തെക്കുറിച്ച് അറിവുള്ളവർ മാത്രം,
ദൈവത്തെക്കുറിച്ച് അത്രമാത്രം തിരിച്ചറിവുള്ളവർ മാത്രം നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. അധരങ്ങൾ ചലിച്ചാട്ടെ, അധരങ്ങൾ ചലിച്ചാട്ടെ. ആമേൻ, ആമേൻ. വചനം പറയുന്നു, നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആമേൻ. ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വലം കരം നിനക്കു വേണ്ടി ഞാൻ നീട്ടും. ഇന്നു പകലിലും ശത്രുക്കൾ ചിതറി മാറുന്ന ദൈവപ്രവർത്തികൾ, ഇന്നു പകലിലും യേശുവിന്റെ നാമത്തിൽ ഇന്നു പകൽ അവൻ ചെയ്യുന്ന വീര്യ പ്രവർത്തികൾ ഇതിന്റെ നടുവിൽ വെളിപ്പെടട്ടെ, ഇതിന്റെ നടുവിൽ വെളിപ്പെടട്ടെ. അതരം തുറന്ന് ആമേൻ, ഹല്ലേലൂയ. കാഴ്ചക്കാരുടെ അനുഭവമല്ല, കാഴ്ചക്കാരുടെ അനുഭവമല്ല. ഇന്ന് പകലിലും പറഞ്ഞ്, ഞാൻ സ്തുതിക്കുന്ന ദൈവം അവൻ പരിശുദ്ധനായ ദൈവമാണ്. ആമേൻ. വചനം പറയുന്നു, അവൻ വിശുദ്ധിയിൽ ഭയങ്കരനാണ്, വിശുദ്ധിയിൽ. ആമേൻ. ആ വിശുദ്ധിയുള്ള ദൈവത്തെ ഇന്ന് പകലിലും വളരെ വിശുദ്ധിയോടെ കർത്താവിന്റെ ജനങ്ങളൊന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ആമേൻ. കഴിഞ്ഞ നിമിഷം വരെയും എന്റെ ജീവിതത്തിൽ വന്നുപോയത്, കഴിഞ്ഞ നിമിഷം വരെയും എന്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെ വന്നുപോയത്, കർത്താവെ, എന്റെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഒരു ശുദ്ധീകരണം, എല്ലാ മേഖലകളിലും ഒരു ശുദ്ധീകരണം കർത്താവിന്റെ പരിശുദ്ധി ആത്മാവ് അവിടുന്ന് ചെയ്തെടുക്കുകയാണ്. ആമേൻ. നന്ദി പറഞ്ഞു തുടങ്ങിക്കേ, നന്ദി പറഞ്ഞു തുടങ്ങിക്കേ. കോടാനുകോടി ദൂതന്മാർ ഇന്ന് പകലിലും പരിശുദ്ധനെന്ന്, പരിശുദ്ധനെന്ന് വിളിച്ചു പറയുന്ന ആ സ്വർഗീയ മഹത്വത്തെ, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവനെ, അത്ഭുത മന്ത്രിയെ, അത്ഭുത മന്ത്രിയെ, അത്ഭുതങ്ങൾ ചെയ്യുന്ന, അടയാള വീര്യ പ്രവർത്തികൾ ചെയ്യുന്ന ആ നല്ല ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. ആമേൻ. മരിച്ചവരോടും മൗനതയിൽ ഇരിക്കുന്നവരോടും അല്ല ഈ പറയുന്നത്. ആമേൻ. ഇന്ന് പകലിലും ജീവനുള്ള ഓരോരുത്തരും, ആമേൻ, ഇന്ന് പകലിൽ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. നന്ദിയോടെ we praise you, we praise you, we thank you. അങ്ങ് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം. ആമേൻ. ഇന്ന് ആ കർത്താവിന്റെ സന്നിധിയിലൊന്ന് വീണ് വണങ്ങി ഒന്ന് നമസ്കരിച്ചേ. ആമേൻ. ആ ദൈവത്തിനൊരു നന്ദി പറയുമ്പോൾ തന്നെ കർത്താവ് നമ്മെ കഴിഞ്ഞ, ആമേൻ, 11 മാസവും അവൻ സൂക്ഷിച്ചു. ഈ 12ാം മാസവും ദൈവം നമ്മെ കരുതുകയാണ്. അതുകൊണ്ട് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ശത്രു നമ്മെ കാണാൻ ഇതുവരെ ദൈവം അനുവദിച്ചിട്ടില്ല. ഓ ഹല്ലേലൂയ. അവന്റെ പദ്ധതികൾ അടുപ്പിക്കുവാൻ ദൈവം ഇതുവരെ അവസരം കൊടുത്തിട്ടില്ല. അവൻ ഇന്ന് പകലിലും ദൈവമാണ് സംരക്ഷിക്കുന്നത്. ഉയരത്തിലുള്ള കരം അനുകൂലമാണ്, ഉയരത്തിലുള്ള കരം അനുകൂലമാണ്. We praise you, thank you, holy name. ആരാധിക്കുന്നു അങ്ങയെ മാത്രം, കുമ്പിടുന്നു തിരുപാദപീഠേ, ഉയർത്തിയിടും ഞാൻ തിരുനാമമഖിലം, നീ മാത്രം യേശുവേ. ചേർന്ന് പാടിക്കേ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു അങ്ങയെ മാത്രം, കുമ്പിടുന്നു തിരുപാദപീഠേ, ഉയർത്തിയിടും ഞാൻ തിരുനാമമഖിലം, നീ മാത്രം യേശുവേ. ആ നല്ല ദൈവത്തെ, ആ നല്ല പരിശുദ്ധനായ ദൈവത്തെ, ഇന്ന് പകലിന് മഹത്വത്തിന്റെ പ്രത്യാശയായ നല്ല ദൈവത്തെ, ഹല്ലേലൂയ. ജനമൊരുമിച്ച് പരിശുദ്ധൻ, പരിശുദ്ധനേ, പരിശുദ്ധൻ, പരിശുദ്ധനേ, മഹത്വം തന്നാമത്തിന്, വിശുദ്ധിയിൽ ഭയങ്കരനേ, വണങ്ങുന്നു തിരുസന്നിധേ. പരിശുദ്ധനേ, പരിശുദ്ധൻ, പരിശുദ്ധനേ, ഓ മഹത്വം തന്നാമത്തിന്, വിശുദ്ധിയിൽ
ഭയങ്കരനേ വണങ്ങുന്നു തിരുസന്നിധി. ജനം ശബ്ദമുയർത്തി ആരാധന ആരാധിക്കുന്നു അങ്ങയെ മാത്രം കുമ്പിടുന്നു തിരുപാദപീഠേ ഉയർത്തിയിടും ഞാൻ തിരുനാമമഖിലം നീ മാത്രം യേശുവേ ആരാധിക്കുന്നു ആരാധിക്കുന്നു അങ്ങയെ മാത്രം കുമ്പിടുന്നു തിരുപാദപീഠേ ഉയർത്തിയിടും ഞാൻ തിരുനാമമഖിലം നീ മാത്രം യേശുവേ. ജനം ഒരുമിച്ച് പറഞ്ഞ് എന്റെ കർത്താവിന്റെ മഹത്വത്തെ ആര് വർണ്ണിക്കും? ആമേൻ. എന്റെ കർത്താവിന്റെ തേജസ്സിനെ കുറിച്ച് ആര് പ്രസ്താവിക്കും? ഇന്ന് പകലിലും അതിന് കൃപ ലഭിച്ച ജനം ഇതിന്റെ നടുവിലുണ്ട്. ആ ദൈവത്തെ എങ്ങനെ ഉയർത്തണമെന്ന് അറിവുള്ള തിരിച്ചറിവുള്ള ജനമാണ് ഇതിന്റെ നടുവിലുള്ളത്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നിങ്ങളെ കൊണ്ട് ചിലത് സാധിക്കും. ഇന്ന് നിങ്ങളെ കൊണ്ട് ചിലത് സാധിക്കും. ഇന്ന് ഈ നാമത്തെ ഉയർത്താൻ വിളിക്കപ്പെട്ട ജനമായ നിങ്ങളെ കൊണ്ട് ദൈവം ചിലത് സാധിപ്പിക്കുന്നു. അത് അസാധ്യമായ മണ്ഡലയാകാം. ഇന്നത് സാധ്യമല്ലെന്ന് ലോകം വിധി എഴുതും. എന്നാൽ ആത്മാവ് വിളിച്ചു പറയുന്നു നിങ്ങളെ കൊണ്ട് കർത്താവ് ചെയ്യിക്കുകയാണ്. ശമാനിയാർ ദമനാരകന റേം ശമാനിയാർ ദേവം ശമാൻ. ഓ കർത്താവിൻ മഹത്വം ആർക്കു വർണ്ണിക്കാം? എൻ കർത്താവിൻ തേജസ് ആർക്കു ദർശിക്കാം? ചേർന്ന് പഠിക്കേ. എൻ കർത്താവ് എൻ കർത്താവിൻ മഹത്വം ആർക്കു വർണ്ണിക്കാം? എൻ കർത്താവിൻ തേജസ് ആർക്കു ദർശിക്കാം? നിനക്ക് തുല്യനായി നീ മാത്രം യേശുവേ, നീ മാത്രം യേശു. ഓ നിനക്കു തുല്യനായി നീ മാത്രം യേശുവേ, നീ മാത്രം യേശുവേ. ആരാധന ആരാധിക്കുന്നു അങ്ങയെ മാത്രം കുമ്പിടുന്നു തിരുപാദപീഠേ ഉയർത്തിയിടും ഞാൻ തിരുനാമമഖിലം നീ മാത്രം യേശുവേ. ആരാധന ശബ്ദമുയർത്തിയ നല്ല നാമത്തെ അർത്ഥസ്മരി റകേന മമ ശേൽപ്രകമമാന രശകേന റാംശബോനന സ്മരി ഏൽപ്രകമമ സമാന റാംശേനനനാന യേശുവേ. എൻ കർത്താവിൻ സ്നേഹത്തെ ആർക്കറിയാം? എൻ കർത്താവിൻ കൃപകൾ ആർക്കളന്നിടാം? ചേർന്ന് പഠിക്കാൻ. കർത്താവിൻ സ്നേഹം എൻ കർത്താവിൻ സ്നേഹത്തെ ഓ
എൻ കർത്താവിൻ കൃപകൾ ആൾ കളർന്നിടാം, ആൾ കളർന്നിടാം. നിനക്ക് തുല്യനായി നീ മാത്രമേശുവേ, നീ മാത്രം. ജനം ഒരുമിച്ച് ചേർന്ന് നീരാക്കു തുല്യനാ. നാം ആരാധിക്കുന്ന, നാം സ്തുതിക്കുന്ന ദൈവത്തെ പോലൊരു ദൈവമില്ല. ഇന്ന് പകലിനും അത് അനുഭവമുള്ളവർ ചേർന്ന് യേശുവേ ആരാധി ശകരമാന മാത്രം കുമ്പിടുന്നു തിരുപാദപീഠേ ഉയർത്തിയിടും ഞാൻ. ശകരമാർത്തി വൈശ്വാനാൽ കമാനം. ജനം ശബ്ദമുയർത്തി ആരാധന ആരാധിക്കുന്നു അങ്ങയെ. ഇതാ ദൈവത്തെ മാത്രം ആരാധിപ്പാൻ, ഇത് യേശുവിനെ മാത്രം സ്തുതിപ്പാൻ കടന്നു വന്ന ജനം അവനൊരു നന്ദി പറഞ്ഞ്, ഞാൻ ആലയത്തിൽ വന്നത് ദൈവത്തെ സ്തുതിക്കാനാണ്, ഞാൻ ആലയത്തിൽ വന്നത് യേശുവിനെ ആരാധിക്കാനാണ്. ഇന്ന് പകലിനും അതിന് വന്നവർ, അതിന് കൃപ ലഭിച്ചവർ അവന് നന്ദിയോ. അതുകൊണ്ട് ചേർന്ന് യേശുനാഥ യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. ജനമത് വിളിച്ചു പറഞ്ഞു യേശുനാഥ യേശുനാഥ നീ എൻ ശകലമനശമൻ, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. ഒരു പ്രാവശ്യം കൂടെ ജനം ചേർന്ന് യേശുനാഥ യേശുനാഥ. നാം അത് പറയുമ്പോൾ ശത്രു ഭയപ്പെടുക, നാം അത് പറയുമ്പോൾ ശത്രുപക്ഷം വിറയ്ക്കുക, നാം അത് പറയുമ്പോൾ ശത്രു അസ്വസ്ഥപ്പെടുക. ദൈവം എനിക്ക് ആശ്രയമാണെന്നും ദൈവം എനിക്ക് ശൈലമാണെന്നും അവൻ എനിക്ക് കോട്ടയാണെന്നും ഇന്ന് നമ്മുടെ അധരം അത് പറയുമ്പോൾ ശത്രു വിറയ്ക്കുന്നു, ശത്രു ഭയപ്പെടുന്നു. യേശുനാഥ യേശുനാഥ രാശകന റേമമാമം ചേദരമാനി ബൗശമേന രാൽബ്രകെ മാമാനിയം ശമാന രാം ശരോര മാമാന വൈഡപ്രവാന രേശകനേരാദര ബൗശമമാന ലവും എന്റെ കോട്ടയും നീ മാത്രമേ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുതിന്ന് പറയാൻ മടി കാണിക്കരുത്. എന്റെ ആശ്രയം യേശുവാണെന്നും എന്റെ ശൈലം യേശുവാണെന്നും എന്റെ കോട്ട യേശുവാണെന്നും അവനെന്റെ പരിചയാണെന്നും അവൻ എനിക്ക് പലകയും പരിചയമായി എന്റെ ചുറ്റും വിശ്വസ്തനായി ഇന്ന് പകലിലും എന്നെ വിളിച്ച ദൈവം എന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ്, എന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും. ഓ ദൈവം എന്നോട് പറയുന്നു അവന്റെ വിശ്വസ്തത ചിലരുടെ മേൽ വ്യാപരിക്കുന്നു. ഓ ഇത് പറഞ്ഞവരുടെ മേൽ, ആത്മാർത്ഥമായി അത് ഹൃദയത്തിൽ ഏറ്റെടുത്തവരുടെ മേൽ ഇന്നും സ്വർഗം ചില വിശ്വസ്തതകളെ അയക്കുന്നു. ഓ അവന്റെ വിശ്വസ്തത അധികമായി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നു. ഒന്ന് വിളിച്ചു പറഞ്ഞേ, എന്റെ ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ എന്റെ സഭയ്ക്കും എന്റെ ദൈവദാസന്മാർക്കും എന്റെ ദൈവ മക്കൾക്കും അവൻ പരിചയം പലകയുമാണ്. അവൻ അവർക്ക്
ചുറ്റും കോട്ടയാണ്. അതുകൊണ്ട് പറയണം, ശത്രു പദ്ധതികൾ നടക്കത്തില്ല, ശത്രു പദ്ധതികൾ നടക്കത്തില്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എഴുന്നേൽക്കുന്നു, ദൈവം എഴുന്നേൽക്കുന്നു. അങ്ങനെ ഉറപ്പുള്ളവർ നന്ദി പറഞ്ഞാട്ട് ഇന്ന് പകലിലും നമ്മുടെ നാവിൽ നിന്ന് അത് കേൾക്കാൻ ദൈവം കൊതിക്കുകയാണ്. നിങ്ങൾ ആശ്രയിക്കുന്നത് മനുഷ്യരിലല്ലെന്നും നാം ആശ്രയം വെച്ചിരിക്കുന്നത് പ്രഭുക്കന്മാരിലല്ലെന്നും ഇന്ന് പകലിലും അത് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കാതെ നാവ് തുറന്ന് വിളിച്ചു പറ, എന്റെ ആശ്രയം അത് യഹോവയിൽ മാത്രമാണ്. എന്നെ നിർമ്മിച്ച യഹോവയിൽ മാത്രമാണ്. എന്നെ അന്ത്യത്തോളം വഴി നടത്താമെന്ന് വാഗ്ദത്തം പറഞ്ഞ യേശുവിൽ മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് പകലിലും പറയണം, ഞാൻ ഭയപ്പെടത്തില്ല, ഞാൻ ഭ്രമിച്ചു നോക്കത്തില്ല. ഇന്ന് പകൽ എന്റെ മുൻപോട്ടുള്ള യാത്രയിൽ പിറകോട്ട് എനിക്ക് ചിന്തയില്ല. ഇനി പിൻപിലുള്ളതിനെ നോക്കുന്നില്ല, മുൻപിലുള്ളതിനെ മാത്രം നോക്കി വിരുദു പ്രാപിക്കാൻ ലാക്കിലേക്കുള്ള ഓട്ടം അത് ഓടിയാട്ടെ. ശമനവയുടെ പ്രമാണം ഭക്തൻ വിളിച്ചു പറയുകയാണ്, ഞാൻ എന്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുകയാണ്. അവൻ അപ്പോൾ തന്നെ പറയുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? അവൻ ഇന്നത് പറയേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാ. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെ നിർമ്മിച്ച യഹോവയിൽ നിന്ന് വരുന്നു, വരുന്നു. ആമേൻ, ആമേൻ. വരുമായിരിക്കും എന്നല്ല പറയുന്നത്, എന്റെ ദൈവത്തിൽ നിന്ന് എനിക്ക് വേണ്ടി ഉള്ള ചില പ്രവർത്തികൾ വരുന്നുണ്ട്. പറഞ്ഞേ. അതുകൊണ്ട് നമുക്കൊരു പ്രത്യാശയുണ്ട്. എന്തു വന്നാലും നമ്മെ ഈ ലോകത്തിൽ കൈവിടാതെ നമ്മെ ചേർത്തു പിടിച്ചിരിക്കുന്ന ആ വീര്യ ഭുജബലം, പറഞ്ഞേ, ആ വീര്യ ഭുജബലം ഇന്നും എന്നെ ചേർത്തു പിടിച്ചിരിക്കുക. ഓ ഹല്ലേലൂയ. അത് ഉറപ്പില്ലാത്തവർ അത് പറയണ്ട. ആമേൻ. അതിനൊരു ഉറപ്പൂടെ ഇന്ന് പകലിൽ തരികയാണ്. നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നതും അവന്റെ കൃപയൊന്നു മാത്രമാണ്. ആമേൻ. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ നമ്മൾ കർത്താവിനെ സ്തുതിക്കാൻ പോവുക. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ, ആമേൻ, ഹല്ലേലൂയ. സന്തോഷം അധികമായി വർദ്ധിക്കണമെങ്കിൽ സാഹചര്യങ്ങളെയൊക്കെ അല്പസമയം ഒന്ന് മറന്നു പോകണം, സാഹചര്യങ്ങളെയൊക്കെ ഒന്ന് നീക്കി വെക്കണം. എന്നിട്ട് എന്റെ കർത്താവിന്റെ പൊന്നു മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ, കർത്താവെ, എനിക്ക് കണ്ണുകൾ ഉയർത്തി നോക്കുവാൻ ഈ ലോകത്തിൽ എന്റെ യേശുവിന്റെ മുഖം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇനി എന്റെ ആശ്രയം മനുഷ്യനിലല്ല. അതുകൊണ്ട് എന്റെ പ്രത്യാശ ഇനി മനുഷ്യനിൽ തീർന്നു പോകുകയില്ല. എന്റെ പ്രത്യാശ മുഴുവൻ എന്റെ ക്രിസ്തുവിലാണ്. അന്ത്യത്തോളം എന്നെ കരുതാമെന്ന് പറഞ്ഞവൻ, എന്നെ നരയോളം ചുമക്കാമെന്ന് പറഞ്ഞവൻ, എന്നെ സൂക്ഷിക്കാമെന്ന് പറഞ്ഞവൻ, അത് നസ്രയനായ യേശു ക്രിസ്തുവാണ്. ഓ, എൻ കണ്ണുകൾ ഉയർത്തി ഞാൻ നോക്കും, എൻ കർത്താവേ നിന്ദയ്ക്കായി. എൻ കണ്ണുകൾ ഉയർത്തി ഞാൻ നോക്കും, എൻ കർത്താവേ നിന്ദയ്ക്കായി. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് അവനെ സ്തുതിക്കാൻ പോകുക. ഹല്ലേലൂയ. ആ കർത്താവ് ചെയ്ത ഉപകാരമോർത്ത്, ആമേൻ, എണ്ണിയാ തീരാത്ത നന്മകളോർത്ത് ജനം ഒരുമിച്ച് ചേർന്ന് സ്തുതിക്കുമ്പോൾ ഹല്ലേലൂയ, നാം ഒരുമിച്ച് എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ, എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം. എനിക്കൊത്താശ വരും പർവ്വതം, എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ, എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. ആകാശം, ആകാശഭൂമികൾക്കെല്ലാം അതിഹേതുവനായവൻ നീ
സമരാധനരെ എനിക്കൊത്താശ വിളിച്ചു പറ, എനിക്കൊത്താശ വരുന്ന ഒരു ഭാവം. എൻ കണ്ണുകൾ ഉയർത്തി, എൻ കണ്ണുകൾ ഉയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ നിന്ദയ്ക്കായി. എൻ കണ്ണുകൾ ഉയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ നിന്ദയ്ക്കായി. ഓ എണ്ണിയ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും. ഓ എണ്ണിയ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും. എനിക്കൊത്താശ, എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം. സമരാധന വൈരാരകനായ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം. എന്നാളുമേ എൻ കാൽകൾ വഴുതാതനിശം എന്നെ കാത്തിടുന്നവൻ നീയേ. എൻ കാൽകൾ വഴുതാതനിശം എന്നെ കാത്തിടുന്നവൻ നീയേ. കൃപകൾ തന്നു തുണയായി വന്നു നടക്കുന്ന അത്ഭുതമായി. ഓ കൃപകൾ തന്നു തുണയായി വന്നു നടക്കുന്ന അത്ഭുതമായി. എനിക്കൊത്താശ, എനിക്കൊത്താശ ശമനം ധാരവനാ നീ മാത്രമെന്നാൽ പ്രത്യാശയുടെ മാറി. എനിക്കൊത്താശ, എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും. എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും. നീ വരും നാളിൽ നിന്നോടാണ് ഞാൻ ആനന്ദിച്ചാർത്തിടും ഞാൻ. ഓ നീ വരും നാളിൽ നിന്നോടാണ് ഞാൻ ആനന്ദിച്ചാർത്തിടും ഞാൻ. എനിക്കൊത്താശ, എനിക്കൊത്താശ ശമനം ധാരവനാ. അത് പ്രതീക്ഷയോടെ വിളിച്ചു പറ, എനിക്കൊത്താശ, എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ, എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എൻ കണ്ണുകൾ ഉയർത്തി, എൻ കണ്ണുകൾ ഉയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ നിന്ദയ്ക്കായി. എൻ കണ്ണുകൾ ഉയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ നിന്ദയ്ക്കായി. ഓ എണ്ണിയ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും. ഓ എണ്ണിയ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും. എനിക്കൊത്താശ, എനിക്കൊത്താശ ഇന്ന് പകലിലും അത് വിശ്വാസത്തോടെ ഉറപ്പോടെ വിളിച്ചു പറയും. ശമരകാരകനായ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ, എനിക്കൊത്താശ ഓ മാത്രമെന്നാളും. യേശുവെന്ന നാമമേ, യേശുവെന്ന നാമമേ. ഓ എന്നാത്മാവിൻ ഗീതമേ. യേശുവെന്ന നാമമേ, യേശുവെന്ന നാമമേ. എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടും. എൻ പ്രിയ യേശുവേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടും. അതുകൊണ്ട് ചേർന്ന് പാടി പുകഴ്ത്തിടാം, പാടി പുകഴ്ത്തിടാം ദേവനെ പുതിയതൻ കൃപകളോടെ. ഓ പാടി പുകഴ്ത്തിടാം ദേവനെ പുതിയതൻ കൃപകളോടെ. ഇന്നലെയും ഇന്നുമേ തുമ്മാറ യേശുവേ ഞാൻ പാടി പുകഴ്ത്താം. ഓ തുമ്മാറ യേശുവേ ഞാൻ പാടി പുകഴ്ത്താം. യേശുവെന്ന നാമമേ, യേശുവെന്ന നാമമേ. ആദരം കുറന്ന് എന്നാത്മാവിൻ ഗീതം. യേശുവെന്ന നാമമേ, യേശുവെന്ന നാമമേ. ശമനാഥ എന്നാത്മാവിൻ ഗീതമേ. യേശുവെന്ന നാമമേ, യേശുവെന്ന നാമമേ. അത് വിളിച്ചു പറ, ആദരം കുറന്ന് യേശുവെന്ന നാമമേ. എന്നാത്മാവിൻ ഗീതം. എൻ പ്രിയ യേശുവേ,
സ്നേഹം നിത്യം പാടും ഞാൻ. ഓ കാക്കും ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം. ആ നാമത്തെ ഉയർത്തുക, യേശുവിന്റെ നാമം, സുവന്ദ നാമമേ ഇവനന്താരമന എന്റെ ആത്മാവിൻ ഗീതം. യേശുവിന്റെ നാമമേ, യേശുവന്ദ യേശുവിന്റെ നാമം എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി. യേശുവിന്റെ നാമം എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി. ജനം ശബ്ദം ഉയർത്തി, യേശുവെന്ന നാമം, യേശുവെന്ന നാമം സമാരാധന എന്റെ ആത്മാവിൻ ഗീതമേ. യേശുവെന്ന നാമമേ, യേശുവെന്ന സമരതനവനം ചുടതാരം അതരം ചുടതേരവനം ധാരവന സമാരാരം ധേരാരകന ചുടത സമരാരവനവനം ധന വൈളവനം ചുടതേരം ധനതം വൈളം ധര വൈളം ചുടതര വൈളാരകന. അല്പസമയം ദൈവം നമ്മളെ പകർന്ന അഭിഷേകത്തിൽ നിന്ന് ആ നല്ല ദൈവത്തിന് ഒരു നന്ദി പറഞ്ഞു തുടങ്ങി. നല്ല ദൈവത്തിന് ഒരു നന്ദി പറഞ്ഞാണ്. സമരാരവന ചുടതാരകതം ധര വൈളേരവനം ചുടതാരവന സമരാരവന വൈരാമാര ചൂടാധാരം ചുടതേരവനം റംഗമാന ചുടതാരകന. ആ നാമത്തിനൊരു മഹത്വം കൊടുക്കുക. യേശുവിന്റെ നാമം, ആ യേശുവിന്റെ നാമം അത്ഭുത നാമം, അതിശയമായ നാമം. ഈ ലോകത്തിൽ മറ്റൊരുവരിലും ഞങ്ങൾ കാണാത്തത് ഇന്ന് ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ഈ അനുഗ്രഹം, അത് കൃപയാണ്. ഈ അനുഗ്രഹം, അത് കൃപയാണ്. കർത്താവിനോട് ചേർന്ന് സംസാരിച്ചാൽ പുതുഭാഷകൾ ഉയരട്ടെ, പുതുഭാഷകൾ. ഓ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. ഓ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ.